കിലോമീറ്റർ 19,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് വണ്ടിയുടെ അഡ്വാൻറ്റേജ്. എർട്ടിക 2020 മോഡൽ പെട്രോൾ 1.5 എഞ്ചിനിൽ വന്ന എർട്ടിക സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വണ്ടി. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഞാൻ ഓഫർ റേറ്റ് ആയിട്ട് ഇട്ടാണ്. പക്ഷേ വണ്ടിയുടെ ജെനുവിനിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വില പറയുന്നത്. 13-14 മേളിലോട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാം. W6 വേരിയന്റ് 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന ഫുൾ ഹിസ്റ്ററി ഉള്ളൂ. കസ്റ്റമർ ഹൈ ക്രോസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന കസ്റ്റമറാണ്. അപ്പൊ ആ ഒരു പ്രൊഫൈലും കസ്റ്റമർക്ക് ഉണ്ട്. പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളിലും തന്നെ ഒരു 25-50 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. 43,000 കിലോമീറ്റർ ആയി വണ്ടി ഓടിയിട്ടുള്ളൂ. അതാണ് 40 ജെനുവിൻ കിലോമീറ്റർ. 40,000 കിലോമീറ്ററിൽ ഞാൻ തന്നെ എന്റെ കസിന് കൊടുത്ത വണ്ടിയാണ്. ഇതുവരെ നമുക്ക് പോയേക്കണ 10,200 വണ്ടി ഞാൻ ഇതുവരെ വിറ്റിട്ടുണ്ട്. ഒരു 2018 ഞാൻ ഷോറൂമായിട്ട് തുടങ്ങിയതാണ്. 2010 തൊട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും വണ്ടികൾ വിറ്റിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും നല്ല രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തേക്കണത്. ഇത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. ഓക്കെ, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. വണ്ടികൾ വേറെ വന്നിട്ടുണ്ടല്ലേ? അത്യാവശ്യം പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാനുള്ളത് എസ്എക്കാസിലാണ്. എസ്എക്കാസിലെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്തോളൂ. നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷന് അടുത്തായിട്ട് 257 പില്ലറിൽ 257 ആ പില്ലർ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ചെറിയ വഴി കൂടി കയറി വരുമ്പോൾ നിങ്ങൾക്ക് എസ്എക്കാറിന്റെ ബോർഡ് കാണാൻ പറ്റും അല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് വണ്ടി പരിചയപ്പെട്ടു തുടങ്ങാം. ആദ്യം i20 പെട്രോൾ 2017 മോഡൽ Elite i20 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ആ വണ്ടിയുടെ കിലോമീറ്റർ 19,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് വണ്ടിയുടെ അഡ്വാൻറ്റേജ്. ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യം അതാണ്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ എത്രയാ ചോദിക്കുന്നത്? നമ്മൾ 4.25 രൂപ ഫൈനൽ വണ്ടി കൊടുക്കും. 4.25 ചോദിക്കുന്നത്. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. നമ്മൾ ഫൈനൽ റേറ്റ് ആണ് ഇട്ടത്. 4.95 ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഓഫർ തരാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞാണ്. ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടും. നമുക്ക് 4-4.5 രൂപ വരെ ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. അപ്പൊ അടുത്തൊരു എർട്ടിക 2020 മോഡൽ പെട്രോൾ 1.5 എഞ്ചിനിൽ വന്ന എർട്ടിക സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർ 57,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നു. അപ്പൊ എത്ര ചോദിക്കണ? ഇത് നമുക്ക് 8 രൂപ ഫൈനൽ കൊടുക്കാം. 8 ഫൈനലാണല്ലേ? 8.25 ചോദ്യം. 8 രൂപ ഫൈനൽ 8 രൂപ ഫൈനൽ ചെയ്യാം. ഫിനാൻസും കയറും. നമുക്കൊരു 8 ലക്ഷം രൂപ 7.5 ലക്ഷം രൂപ വരെ ഫിനാൻസും ചെയ്തു. ഇത് ഹൈബ്രിഡ് ആകുമ്പോൾ ചെറിയൊരു ഇലക്ട്രിക് സപ്പോർട്ട് ഉണ്ടാവും. മൈലേജ് നമുക്ക് എങ്ങനെ പോയാലും ഒരു 13-15 ആ റേഞ്ചിലോട്ട് കിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് പറയുന്നതായിരിക്കും. തീർച്ചയായും റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ നമ്മൾ പറഞ്ഞേ തരുള്ളൂ. അടുത്തത് വെന്യൂ വരുന്നതും 2019 വണ്ടി ഫുൾ ഓപ്ഷൻ ഡീസൽ സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ഫൈനല് 8 രൂപ ഫൈനൽ വണ്ടി കൊടുക്കാം. 8 രൂപ കൊടുക്കാം. ഇതും ഫൈനൽ കൊടുക്കാം. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. എത്ര വരെ കയറും? ഇത് നമുക്ക് ഫിനാൻസ് ഒരു 8 രൂപ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം. 8 രൂപ കയറും. 8.5 അല്ലേ ചോദിക്കണേ? 8.5 ചോദിക്കണല്ല, 8.95 ചോദിക്കുന്ന വണ്ടിയാണ്. ഞാൻ ഓഫർ റേറ്റ് ആയിട്ട് ഇട്ടാണ്. അതും 8 രൂപ കൊടുക്കാം. 8 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു 50 രൂപ ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് അടിച്ച് വണ്ടി ഇറക്കി വിടാം. ഇതിനും റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി, കമ്പനി സർവീസ് വണ്ടി. സർവീസ് എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എല്ലാ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള വണ്ടി എടുത്താലോ? ഇനി വരുന്നത് നമുക്ക് ഹോണ്ട സിറ്റി വരുന്നുണ്ട്. അത് വരുന്നത് 2015 സൺറൂഫ് വരുന്ന മോഡൽ തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ടോപ്പ് എൻഡ് വേരിയന്റ്. ഇത് നമുക്ക് 6.25 രൂപ കൊടുക്കാം. 6.25 കിലോമീറ്റർ 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. 6.25 കൊടുക്കാം. 6.25. സൺറൂഫ് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക്കലി വെക്കുന്ന വണ്ടി. ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 1 രൂപ താഴെ അടിച്ചാൽ മതിയോ? ഒരു 6 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 13-14 മേളിലോട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാം. ഹോണ്ട സിറ്റി ഇപ്പൊ 2015 ഉണ്ട്. അത്യാവശ്യം കിടക്കുന്ന വണ്ടികളൊക്കെ മോഡൽ കൂടി വണ്ടികളാണ് കിടക്കുന്നത്. 13 മുതലുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് 3 വർഷം എന്തായാലും ചെയ്യാൻ പറ്റും. ഒരു 14 മേളിലോട്ട് നമുക്ക് 4 വർഷം, ഒരു 17 മേളിലോട്ടൊക്കെ ഉള്ള വണ്ടികൾക്ക് നമുക്ക് ഒരു 5 വർഷം വരെ ചെയ്യാം. മോഡൽ കൂടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് വരുമ്പോൾ 2019 മോഡൽ വാഗണർ. വേരിയന്റ് VXI 1.2 നിൽക്കുന്ന വണ്ടിയാണ്. 1.2 നിൽക്കുന്ന വണ്ടിയാണ്. സ്വിഫ്റ്റിന്റെ എഞ്ചിൻ വരുന്ന സെയിം വണ്ടി. ഇതിന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ബ്രോ, ഇതൊന്ന് അൺലോക്ക് ചെയ്ത് തരാമോ? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളൊരു അപകടം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വില ഇത് നമുക്ക് ഫൈനലി 380 കൊടുക്കാം. 380.
380 4 രൂപ ചോദിക്കുന്ന വണ്ടിയാണ് 380 നമുക്ക് ഫൈനൽ കൊടുക്കാം. നമ്മുടെ വീഡിയോക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് റേറ്റ് എല്ലാം ഇട്ടേക്കണേ, കുറച്ച് ഇട്ടേക്കുന്നതാണ്. കാരണം വീഡിയോയിൽ നമ്മൾ റേറ്റ് ഇടുമ്പോൾ എല്ലാവരും വില കൂടുതലാണെന്ന് പറയുന്നത്. പക്ഷെ വണ്ടിയുടെ ജെനുവിനിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ വില പറയുന്നത്. വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ ഫ്ലഡോ അല്ലെങ്കിൽ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഉള്ള വണ്ടികൾ നമ്മൾ വിൽക്കുന്നില്ല, കിലോമീറ്റർ മറിച്ച വണ്ടികൾ നമ്മൾ വിൽക്കുന്നില്ല. അപ്പോൾ ഈ വക ജെനുവിനിറ്റി നമ്മുടെ വണ്ടികളിലുണ്ടോ അത് ഗ്യാരണ്ടി ചെയ്യാൻ തന്നെയാണ്. അതിന് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? അതിന് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു 50 രൂപ താഴെ മതിയാവും. ഏകദേശം 3.5 രൂപയൊക്കെ ലോൺ കയറും. അടുത്ത വീണ്ടും ഒരു സിറ്റി, ഇത് ഹോണ്ട സിറ്റി. ഇത് ഇത്തിരി മോഡിഫൈ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇതിൽ ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. അതേപോലെ CNG കയറിയിട്ടുണ്ട്, ഫിറ്റഡ് CNG കയറിയിട്ടുണ്ട്. സൺറൂഫ് പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഞാൻ തന്നെ കസ്റ്റമർക്ക് കൊടുത്ത വണ്ടിയാണ്. നമ്മുടെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ്. 2015 മോഡൽ. 15 മോഡൽ. ഇത് 80,000 കിലോമീറ്റർ. 80 ഞാൻ 50 കിലോമീറ്ററിൽ പെട്രോൾ വണ്ടിയിൽ എടുത്തു കൊടുത്താണ്. കസ്റ്റമർ എടുത്തിട്ടാണ് CNG കയറ്റിയത്. ഒരു 30,000 കിലോമീറ്റർ കസ്റ്റമർ ഓടിയതാണ്. CNG വർക്കിംഗ് ആണ്. CNG ഫിറ്റഡ് RC ബുക്കിലൊക്കെ എൻഡോസ്ഡ് ആണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് ആൾക്ക്. ഒരു 20+ മൈലേജും കിട്ടും. സിറ്റി ഓട്ടോമാറ്റിക്കിന് 20+ വേറെ പെട്രോൾ വണ്ടിക്ക് എന്തായാലും കിട്ടില്ല. അപ്പോൾ ആ ഒരു ഗുണം ആൾക്ക് ഓട്ടം ഉണ്ടായിരുന്നോണ്ടാണ് ആള് CNG കയറ്റിയേക്കുന്നത്. ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഞാൻ എടുത്തു കൊടുത്തത്. പുള്ളി ഇപ്പോൾ ഒരു 1-2 കൊല്ലം ഉപയോഗിച്ചായിരുന്നു. 30,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പൊ വില ഇത് നമുക്ക് ഫൈനല് 6 രൂപ കൊണ്ട് കൊടുക്കാം. 6.5 ചോദിക്കുന്നത്. 6 രൂപ ഫൈനൽ വണ്ടി കൊടുക്കാം. ഫിനാൻസും കയറും. ഫിനാൻസ് നമുക്ക് ഒരു 6 രൂപ കൊളിപ്പിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. വീണ്ടും സിറ്റി. ഇത് വരുന്നത് സിറ്റി ഡീസൽ. ഇതും സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കോ മാനുവലോ? ഇത് മാനുവൽ. ഡീസൽ മാനുവൽ. 24 കിലോമീറ്റർ മൈലേജ് വീഴുന്ന വണ്ടിയാണ്. ഹോണ്ട സിറ്റി ഡീസലിന്റെ പ്രത്യേകതയാണ് 24 കിലോമീറ്റർ മൈലേജ് വീഴും. അതാണ് നമുക്ക് ഹോണ്ടയിൽ ഇപ്പോൾ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടികളാണ്. സിറ്റി, അമേസ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ BRV, WRV, ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനൊക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ട്. അപ്പോൾ എത്ര ഓടിയുണ്ട്? ഇത് വരുന്നത് 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 80,000 ഓടിന്റെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. ഓക്കെ. അപ്പോൾ എത്ര വില? ഇത് നമുക്ക് ഫൈനല് 6 രൂപ കൊടുക്കാം. 6 കറക്റ്റ് 6 രൂപ കൊടുക്കാം. 6 രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി തന്നെ നമുക്ക് 5 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി വിടാം. വണ്ടി ഇറക്കി പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തൊരു ചെറിയ വണ്ടി. ഇത് വരുന്നത് കിഡ് 2015 മോഡലാണ്. ഇത് തേർഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഞാൻ തന്നെ കൊടുത്ത വണ്ടിയാണ്. ഇതുപോലെ പുള്ളി NRI ആണ്. പുള്ളി പുറത്തോട്ട് പോയപ്പോൾ ഇപ്പോൾ തൽക്കാലം കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇത് വരുന്നത് RXT നിൽക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മാനുവൽ വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ആണെന്നുള്ളതുള്ളൂ. നമുക്കിത് ഫൈനല് 175 വണ്ടി കൊടുക്കാം. 1,75,000 രൂപ വണ്ടി കൊടുക്കാം. 175 ചോദിക്കുന്നത്. ഇതിനും ഫിനാൻസ് കയറും കേട്ടോ. ഫിനാൻസ് കയറും. 1.5 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഒരു 25 രൂപ വണ്ടി പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. അടുത്തത് ഹോണ്ട ജാസ് വരുന്നത് 2015 SCVT നിൽക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, ഓട്ടോമാറ്റിക്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് വരുമ്പോൾ ഇത് നമുക്ക് 4.25 രൂപ കൊടുക്കാം. 4.75. നമുക്കൊരു 4 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 4.4 ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വരുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടികളിലെ ഏറ്റവും കുറഞ്ഞ വണ്ടിയാണ്. ലോ ബഡ്ജറ്റ് വണ്ടിയായിട്ട് ഇപ്പോൾ നമ്മുടെ കിടക്കുന്നത് 2017 റിനോൾട്ടിന്റെ കിഡ് സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വിൻഷീൽഡ് റീപ്പേഴ്സ് ഉണ്ട്. എന്തോ പാർക്കിംഗിൽ എന്തോ വീണ് പൊട്ടിയതാണെന്ന് പറഞ്ഞ കസ്റ്റമർ. ഒരു ടീച്ചർ യൂസ് ചെയ്ത വണ്ടിയാണ്. എന്തായിരിക്കും എന്തോ വീണ് പാർക്കിംഗിൽ പൊട്ടിയതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. വേറെ ഇടി കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നോക്കിയതാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 285 വണ്ടി ഫൈനൽ വിടാൻ പറ്റും. 285 ഓട്ടോമാറ്റിക് ഈ റേഞ്ചിൽ 3 രൂപ താഴെ വണ്ടികൾക്ക് വളരെ കുറവാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി ആക്കുന്ന വണ്ടിയാണ്. അടുത്തത് നമ്മുടെ 17 മോഡൽ XUV 500 ആണ്. W6 ആണ് വരുന്നത് വേരിയന്റ്. W6 വേരിയന്റ് 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഫുൾ കമ്പനി സർവീസിലേക്ക് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. കസ്റ്റമർ ഹൈ ക്രോസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന കസ്റ്റമറാണ്. അപ്പൊ ആ ഒരു പ്രൊഫൈലും കസ്റ്റമർക്ക് ഉണ്ട്. നല്ല വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 8 രൂപ കൊടുക്കാൻ പറ്റും. 8 രൂപ ചോദിക്കുന്നത്. 8 രൂപ ഫൈനൽ വണ്ടി കൊടുക്കും. ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻസി നമ്പർ എന്താണ്? 444 4114. അപ്പോൾ ഇതിനും എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? ഇതിന് നമുക്കൊരു 1 lakh ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഈസി ആയിട്ട് 1,50,000 ഒരു 7 രൂപ നമുക്ക് എങ്ങനെ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ലോൺ ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോൾ ഫുൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. കസ്റ്റമറുടെ പ്രൊഫൈലും നല്ലതായിരിക്കണം. 700+ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ചില കസ്റ്റമർ ഇപ്പോൾ നമ്മൾ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ലാൻഡ് ടാക്സ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഫുൾ ലോൺ കയറില്ല. എല്ലാം പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളിലും തന്നെ ഒരു 25 രൂപ 50 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാം. സിബിൽ സ്കോർ ആണ് ഏറ്റവും മെയിൻ. ആധാർ കാർഡും പാൻ കാർഡും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
അത് കഴിഞ്ഞിട്ട് വേണ്ട പ്രൂഫുകൾ എന്തൊക്കെയായിരുന്നു? 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ചെക്ക് ലീഫ്, ഫോട്ടോ, അത്രയും ഡീറ്റെയിൽസ് മതി. ഇൻകം പ്രൂഫ് ആയിട്ടുള്ളത് അവരുടെ സാലറി സ്ലിപ്പോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ അതും. അപ്പോൾ ഇതൊക്കെ വെച്ച് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. ചെക്ക് ചെയ്ത് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് അപ്രൂവൽ ആക്കി വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്തത് ഒരു 2009 ഹുണ്ടായുടെ സാൻഡ്രോ ആണ് വരുന്നത്. സിംഗ് അല്ലേ? സിംഗ്. ഇതിന്റെ 43,000 കിലോമീറ്റർ ആയി വണ്ടി ഓടിയിട്ടുള്ളൂ. അതാണ് 40 ജെന്യൂൻ കിലോമീറ്റർ. 40,000 കിലോമീറ്ററിൽ ഞാൻ തന്നെ എന്റെ കസിന് കൊടുത്ത വണ്ടിയാണ്. ഇപ്പൊ ആള് ഇപ്പൊ കൊടുക്കുന്ന വെച്ചിട്ട് ഞാൻ 3,000 കിലോമീറ്റർ ആണ് ആളാകെ ഓടിയിട്ടുള്ളൂ. ആ പഴയ ടയർ തന്നെയാണോ കിടക്കുന്നത്? ടയർ പഴയതല്ല. ടയർ എന്തായാലും ഇയർ വെച്ചിട്ട് നമ്മൾ 2009 ടയർ മാറേണ്ടി വരുമല്ലോ, സ്വാഭാവികമായിട്ടും മാറേണ്ടി വരും. ഇപ്പൊ ടെസ്റ്റും കഴിഞ്ഞ് പേപ്പർ എല്ലാം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇനിയിപ്പോ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഞാൻ തന്നെ കൊടുത്ത വണ്ടിയാണ്. 29 വരെയും പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് ഫൈനൽ 1.5 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 1.5 കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും 2009 സാൻഡ്രോക്ക് 1.5 രൂപ ഉണ്ടോന്ന്. കിലോമീറ്റർ ആണ് നോക്കേണ്ടത്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി, വണ്ടി ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അത് ധൈര്യപ്പെട്ട് വണ്ടി ആയിരിക്കും നമുക്ക് പ്രിഫർ ചെയ്യാം. ധൈര്യപ്പെട്ട് പറയും. എന്തായാലും അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2015 മോഡൽ VXI. ഇതിനകത്ത് ചെറിയൊരു ആക്സിഡന്റ് ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ വണ്ടി, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വേറെ ഗ്ലാസോ അപ്രോണിലോട്ടോ അങ്ങനെയൊന്നും മേജർ ആക്സിഡന്റ് ഒന്നും വന്നിട്ടില്ല. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലിൽ 3,40,000 വണ്ടി കൊടുക്കാൻ പറ്റും. 3,40,000 ചോദിക്കുന്നത്. അതായത് 2015 VXI സ്വിഫ്റ്റിന് എങ്ങനെ പോയാലും 3.25-4 വിലയുണ്ട്, മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ അതിനൊക്കെ മാറ്റി 3.40 നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. അതാണ് അതിന്റെ വിലയിൽ വ്യത്യാസം വരാൻ കാരണം. തേർഡ് ഓണർഷിപ്പ്, കിലോമീറ്റർ, റീപ്ലേസ്മെന്റ്, ഇത് മൂന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിന് കൊടുക്കുന്നത്. അടുത്ത നിസാൻ മൈക്ര വരുന്നത് 2015 വണ്ടി. ഇതും ഞാൻ തന്നെ കസ്റ്റമർക്ക് കൊടുത്ത വണ്ടി തന്നെയാണ്. തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. 30 സംതിങ് കിലോമീറ്ററിലാണ് ഞാൻ കൊടുത്ത വണ്ടിയാണ്. 2 കൊല്ലത്തോളം അവർ യൂസ് ചെയ്തു. അപ്പൊ ഇപ്പൊ 50 കിലോമീറ്ററിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ്. തിരിച്ചുകൊണ്ട് വന്നേനാ. തിരിച്ച് നമുക്ക് ഒരു 2 വർഷം 3 വർഷത്തേക്കുള്ളിൽ നമുക്ക് വണ്ടികൾ ആരും ഓടിക്കാറില്ല. അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത വണ്ടികളിലോട്ട് മാറും. എല്ലാവരും മാറിക്കൊണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാത്തവരാണ് കൂടുതലും ഈ പുതിയ വണ്ടിയിലോട്ട് പോകുന്നത്. 2-3 കൊല്ലം കൊണ്ട് വണ്ടി മാറ്റുന്നവർ കൂടുതലും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ വണ്ടി എടുക്കും. അവർക്ക് അടുത്ത വണ്ടി കൊടുക്കും. സ്വാഭാവികമായിട്ടും ഇതിന് നമുക്ക് 2.40 ഫൈനൽ കൊടുക്കാൻ പറ്റും. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 50 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്തൊരു വാഗണർ റേറ്റ് കുറച്ച് കൊടുത്താലോ? ഇത് നമുക്ക് ഒരു 90 രൂപ വണ്ടി ഫൈനൽ കൊടുക്കാം. 2006-7 ഷേപ്പ് വരുന്ന വണ്ടിയാണ്. 92,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. ഇത് ഈ പറഞ്ഞ പോലെ എന്റെ ഉള്ളതിൽ ഏറ്റവും ലോ ക്വാളിറ്റി ലോ മോഡൽ വണ്ടിയാണ്. ലോ മോഡലിൽ നിൽക്കുന്ന വണ്ടിയാണ്. ലോ ബഡ്ജറ്റിലെ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. കാര്യം അത്ര പഴക്കമുണ്ട് വണ്ടി. നമുക്ക് വില നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിലവിൽ മെക്കാനിക്കലായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. നിലവിലൊന്നുമില്ല. റണ്ണിങ് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നമുക്ക് ഒരിക്കലും ഇതിന് നമുക്ക് അത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാര്യം നമുക്ക് പറയുന്ന വില അതുള്ളൂ. 90,000 രൂപീസിന് നമുക്ക് വണ്ടി കൊടുക്കാം. വണ്ടി ഓടിച്ച് പഠിക്കാനൊക്കെ ഉള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഓക്കെയാണ്. ഇപ്പൊ 2026 അടുത്ത കൊല്ലം വരെ പേപ്പർ ഉണ്ട്. ടയർ കണ്ടീഷനും കാര്യങ്ങളുണ്ട്. സീറ്റ് ഓവർ ഉണ്ട്. ഓണർഷിപ്പ് 5 ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 2016 വണ്ടി. ആൾട്ടോ 800 ആണ് വരുന്നത്. VXI. ഇത് നമുക്ക് 2.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 2.25 നമുക്ക് വണ്ടി കൊടുക്കാം. 2 രൂപ ലോൺ ഇട്ട് ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ച വണ്ടി ഇറക്കി വിടാം. അപ്പൊ ഇന്ന് കണ്ട ഒരു വണ്ടിക്കും റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. നമുക്ക് സ്വിഫ്റ്റിലുണ്ട്. അതനുസരിച്ച് നമ്മൾ വില കുറച്ചിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉള്ളത്. ബാക്കി എല്ലാ വണ്ടികളിലും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടികളാണ് നിലവിൽ കിടക്കുന്നത്. അപ്പൊ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് അല്ലേ? ഇനി വണ്ടികൾ വരാനുണ്ട്. പുതിയ വണ്ടികൾ കയറാനുണ്ട്. അതിന് അടുത്ത സ്റ്റോക്കുകൾ കയറും. അത് നമുക്ക് എന്തായാലും വണ്ടികളുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ വണ്ടി വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ഒരു കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം. കാറ്റലോഗ്സ് അയച്ചു കൊടുക്കാം. അവർക്ക് എല്ലാത്തിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം. പിന്നെ നമ്മുടെ അപ്പുറത്തെ ഷോറൂമിലെ വണ്ടികളും ഉണ്ടാവും. അതിനകത്ത് എല്ലാ വണ്ടികളും കാണാൻ പറ്റും. അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി. കൈപ്പട മോളിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കൈപ്പട മോളിലാണ് വരുന്നത് നമ്മുടെ അടുത്ത ഷോറൂം. ഇവിടെ ഇല്ലാത്ത വണ്ടികൾ അവിടെ ഉണ്ടാവും. അങ്ങനെ പോയാലും ഒരു 30-35 വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, കുറേ ആളുകൾ ഇങ്ങനെ RC ഡിലേ ആവുന്നു ഒരു കംപ്ലൈന്റ് പറയുന്നു. അതപ്പോൾ നമ്മൾ ഒരിക്കലും ഷോറൂമാരുടെ പ്രശ്നമല്ല എന്നുള്ളത് പറഞ്ഞു കൊടുത്തത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ പേപ്പറിൽ ഇത്ര അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് അതറിയില്ല. കാര്യം RC പിന്നെ എന്തായാലും ഇനിയിപ്പോ RC പ്രിന്റിംഗ് ഇല്ല. ഇപ്പൊ ഒരു 4 മാസമായിട്ട് എന്തായാലും ഗവൺമെന്റ് തന്നെ സമ്മതിച്ച കാര്യമാണ്. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഫെബ്രുവരി അതായത് മാർച്ച് തൊട്ടുള്ള RCs ഇതുവരെ പ്രിന്റ് ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യക്കാർ ചെല്ലുമ്പോഴാണ് ഈ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ജോയിന്റ് RTOനൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് പലതും ഇപ്പൊ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും 4 മാസമായിട്ട് ഇല്ല. പേപ്പറിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു 100 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞു പ്രിന്റിങ്. അപ്പൊ അത് ഇനിയിപ്പോ നോക്കണ്ട. ഇനിയിപ്പോ എന്തായാലും മാർച്ച് തൊട്ടാണ് ഗവൺമെന്റ് പറഞ്ഞേക്കണത് പ്രിന്റിങ്
ഡീറ്റെയിൽ RC ആവുന്നു. ഇപ്പോൾ മാർച്ചോ ഏപ്രിലോ ആയിക്കോട്ടെ, ഇപ്പൊ ലൈസൻസ് ഒക്കെ ഓൾറെഡി ആയി. ഇപ്പൊ എന്റെ ലൈസൻസ് തന്നെ ഞാൻ ഇപ്പൊ റിന്യൂ ചെയ്തിട്ട് എനിക്ക് ഡീറ്റെയിൽ കിട്ടിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ എല്ലാം RC ബുക്കും എല്ലാം ഇനി അത് തന്നെ വരുള്ളൂ. അപ്പൊ ഇനിയിപ്പോ RC കിട്ടിയില്ല എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ എന്തായാലും കച്ചവടങ്ങൾ ഇനിയിപ്പോ ആ രീതിയിൽ നടക്കും. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള എല്ലാ അത് നമ്മൾ ഉത്തരവാദിത്തോട് ചെയ്തു തരും. അതിൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല. സൈഡിൽ മാറിക്കോളും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇൻഷുറൻസ് പേര് മാറാൻ പറ്റും. വേറെ കുഴപ്പം ഫിസിക്കൽ കാർഡ് കിട്ടണമെന്നില്ല, അതിന് ഇൻഷുറൻസിന്റെ പേര് ചെയ്യാൻ പറ്റും. അത് പലർക്കും ഷോറൂമാരെ കംപ്ലൈന്റ് പറയുന്നുണ്ട്, ഇവര് വണ്ടി വാങ്ങിച്ചിട്ട് അല്ല, നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻസ് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ കസ്റ്റമർ വരുന്നുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്, നമുക്ക് ഡെലിവറി കൊടുക്കുമ്പോൾ തന്നെ കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഓൺലൈനിൽ വെച്ചിട്ട് നമ്മൾ ഇൻഷുറൻസ് മാറാം. ഇൻഷുറൻസ് മാറിയില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമർ അതനുസരിച്ച് തന്നെ മുന്നോട്ട്, പിന്നെ അവരെന്തെങ്കിലും നമ്മളെ തന്നെ വിളിക്കും. നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോയി വെച്ചാൽ അവരെ ഫോൺ എടുക്കാതിരിക്കുക ഒന്നും ചെയ്യുന്നില്ല. എല്ലാത്തിനും നമ്മളിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വണ്ടി കംപ്ലൈന്റ് വന്നാൽ പോലും നമ്മൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുവരെ നമുക്ക് പോയേക്കണ 10,200 വണ്ടി ഞാൻ ഇതുവരെ വിറ്റിട്ടുണ്ട്. ഒരു 2018 ഞാൻ ഷോറൂമായിട്ട് തുടങ്ങിയതാണ്. 2010 തൊട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വണ്ടികൾ വിറ്റിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും നല്ല രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇതുവരെ ഒരു നെഗറ്റീവ്സ് നമുക്ക് വന്നിട്ടില്ല. പിന്നെ 2-3 കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് ചെയ്ത് കൊടുക്കും. കാര്യം നമ്മൾ അവരെന്തോരം കഷ്ടപ്പെട്ടാണ് അവർ വണ്ടി എടുക്കണതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെ നമ്മളും കാണാത്ത മൈന്യൂട്ടായിട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കാനും എല്ലാ അവസരവും നമ്മൾ കൊടുക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഞാൻ ഉപയോഗിച്ച വണ്ടിയല്ല ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഉണ്ടാവില്ല, ഈ പറഞ്ഞ ഫ്ലഡ് ഉണ്ടാവില്ല, മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. ഈ 3 ഗ്യാരണ്ടി എനിക്ക് എല്ലാ വണ്ടികളും തരാൻ പറ്റും. അപ്പൊ നിങ്ങൾ വരുമ്പോൾ നന്നായിട്ട് നോക്കി തന്നെ വണ്ടി എടുക്കുക, മെക്കാനിക്കിനെ കൊണ്ടുവരിക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കേണ്ട വണ്ടികളാണെങ്കിൽ തീർച്ചയായും ഹിസ്റ്ററി ഇപ്പൊ അവർക്ക് വേണേ നമുക്ക് അവരുടെ അടുത്ത് എടുത്തോളാൻ പറയും. ഇനി അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്. അവർ ഓക്കെയാണ്, ബില്ലിംഗ് ആണ്, വില കൊണ്ട് എല്ലാം ഓക്കെ ആയിരിക്കുന്ന കാര്യം പല കസ്റ്റമേഴ്സിന്റെ വണ്ടികളായിരിക്കും. അപ്പൊ നമ്മൾ അവരെ നമുക്ക് എടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നും. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടികൾ വരുമ്പോൾ തീർച്ചയായും വിളിക്കാം. ഓക്കെ, അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഓക്കെ.